മകൻ ബിജെപിയിൽ പോയതിന് പാർട്ടി തന്നോട് പക വീട്ടുന്നുവെന്ന് ബിപിൻ സി ബാബുവിന്റെ മാതാവും സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രസന്നകുമാരി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ കള്ളക്കേസിൽ കുടുക്കി പാർട്ടിയുമായി ഇനി സഹകരിക്കില്ല. സിപിഎമ്മിൽ നിന്ന് കടുത്ത ആക്ഷേപവും അവഗണനയും നേരിടുന്നുവെന്നും പ്രസന്നകുമാരി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ബിപിന്റെ ഭാര്യയുടെ പരാതിയിൽ പ്രസന്നകുമാരിയെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തിരുന്നു. എന്റെ കൂടെ അവർ താമസിച്ചിട്ടില്ല. പാർട്ടി എടുത്ത കല്യാണത്തിന് ഞാനിവിടെ സഹകരിച്ചു. അതിനുശേഷം അവർ ഇത്രയും കാലവും വേറെ വീട്ടിലാണ് താമസിച്ചത്. നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നാൽ പോലും വരത്തില്ല. പിന്നെ ഞാൻ അവരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാല് അതിശയവാ. അപ്പൊ പിന്നെ ഇപ്പം പാർട്ടിയുടെ ഒരു ഇതായിരിക്കും എന്നേ. ഇപ്പൊ ബിപിൻ ബിജെപി പോയപ്പോൾ ഉള്ള പാർട്ടി പ്രതികാരമായിരിക്കും. കായംകുളത്തെ പാർട്ടിക്ക് അറിയാമല്ലോ ഞാൻ അവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്ന്. അപ്പൊ പിന്നെ അതെല്ലാം എന്നോടും കൂടെ പ്രതികാരം ചെയ്യുമായിരിക്കും. ചെയ്തോട്ടെ. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, പ്രസന്നകുമാരിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കേസെടുത്തതിൽ അവർക്ക് പാർട്ടിക്ക് നേരെ വലിയ ആക്ഷേപമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താണ് അവർ പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി സഹകരിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണോ? ജിൽസി, KL പ്രസന്നകുമാരി എന്ന അധ്യാപികയാണ്. അവർ അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ചയാണ്. പാർട്ടിയിൽ വളരെ വർഷങ്ങളായി നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല 15 വർഷത്തോളം കാലം പത്തിയൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ പാർട്ടിയുമായി നിരന്തരം വലിയ സഹകരണത്തിൽ പോകുന്ന പാർട്ടി കുടുംബത്തിലുള്ള ആളാണ് പ്രസന്നകുമാരി. ഇപ്പോൾ വർഷങ്ങളായി ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇപ്പോഴും ഏരിയ കമ്മിറ്റിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ബിപിൻ സി ബാബുവിനെതിരെ ഭാര്യ പരാതി കൊടുത്ത് പാർട്ടി നടപടിയെടുക്കുന്ന ഏരിയ കമ്മിറ്റിയിൽ പോലും അവർ പങ്കെടുക്കുകയും ചെയ്ത ഒരാളാണ്. അങ്ങനെയുള്ള പ്രസന്നകുമാരിയെ കൂടി, അതായത് ബിപിൻ സി ബാബുവിന്റെ മാതാവിനെ രണ്ടാം പ്രതിയാക്കി മിനീസ, ബിപിൻ സി ബാബുവിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം 1 വർഷം മുമ്പ് കൊടുത്ത പരാതി വീണ്ടും പോലീസിൽ കൊടുത്ത് FIR ഇട്ടപ്പോൾ രണ്ടാം പ്രതിയായി, ഗാർഹിക പീഡനത്തിന്റെ രണ്ടാം പ്രതിയായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രസന്നകുമാരിക്കെതിരെയും കൂടി കേസെടുത്തതോടുകൂടിയാണ് അവർ പാർട്ടിയുമായി കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന നിസ്സഹകരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ നിസ്സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ടിയുമായി സഹകരിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിനും കാരണമായിട്ടുണ്ട്. കാരണം താൻ ഇവിടെ താമസിക്കുന്നു, തന്റെ മകനും ഭാര്യയും മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവർ വിവാഹം ചെയ്തതിന് ശേഷം, അവർ വിവാഹം തന്നെ പാർട്ടി നടത്തി കൊടുത്താണ്. പാർട്ടി തീരുമാനിച്ച കല്യാണമായതുകൊണ്ട് താൻ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ. അതിനുശേഷം അവർ വേറെയാണ് താമസിക്കുന്നത്. തന്നോടൊപ്പം താമസിച്ചിട്ട് പോലുമില്ല. തന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായാൽ അവിടോട്ട് വരിക പോലും ചെയ്യാത്ത ആളുകളാണ് ഇവർ. അവരെ ഞാൻ ഉപദ്രവിച്ചു, അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് പാർട്ടി മുൻകൈയെടുത്ത് മിനീസയെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് തന്നെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു പാർട്ടിയുമായി താൻ എങ്ങനെയാണ് സഹകരിക്കുക? താൻ ഒരു CPM-കാരിയായി ജീവിതാന്ത്യം വരെ തുടരും എന്നവർ പറയുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കൊന്നും ഇനിയില്ല. ബ്രാഞ്ച് സമ്മേളനം നടന്നിട്ട് തന്നെ അറിയിച്ചില്ല. ഏരിയ സമ്മേളനം നടക്കാൻ പോകുന്നു. ആ സമ്മേളനത്തോടു കൂടി തന്നെ ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയേക്കാം. ഇതൊക്കെ നടക്കാം. പക്ഷേ പാർട്ടി തന്നെ കള്ളക്കേസിൽ കുടുക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമ്പോൾ അത് നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബിപിൻ സി ബാബു BJP പോയതിന് തനിക്കൊരു പങ്കുമില്ല, തന്നോട് പറഞ്ഞിട്ടുമല്ല പോയത്. അദ്ദേഹം പ്രായപൂർത്തിയായ ആളാണ്. ആ ബിപിൻ സി ബാബുവും കടുത്ത അവഗണന നേരിടുന്നുണ്ടായിരുന്നു. ആ അവഗണനയുടെ ഭാഗമായിരിക്കാം BJP-യിലേക്ക് പോയത്. തന്നെ അതുമായി കൂട്ടിക്കൊട്ടേണ്ട കാര്യമില്ല. ബിപിൻ സി ബാബുവിനോടുള്ള വൈരാഗ്യം, പക തീർക്കുന്നത് എന്നോടും കൂടി ആകുന്നു എന്നത് പാർട്ടി തീർച്ചയായിട്ടും. പ്രസന്നകുമാരി അദ്ദേഹത്തിന്റെ അവരുടെ വാദങ്ങൾ ശരിവെക്കുന്നു. കാരണം രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്, അമ്മയോ മകനോ ആണെന്നുള്ളത് കൊണ്ടല്ല. അവർക്ക് മകന് അവിടെ പാർട്ടിയിൽ അവഗണന നേരിട്ടു, മകൻ പാർട്ടി വിട്ടു. അതിന്റെ വ്യക്തി വൈരാഗ്യം തന്നോട് എന്തിനാണ് തീർക്കുന്നത് എന്നുള്ള ന്യായമായ ചോദ്യമാണ് പ്രസന്നകുമാരി ഉയർത്തുന്നത്. വിവരങ്ങളാണ് ഷൈജു നൽകിയത്.